ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് കരകയറാൻ സാധിക്കില്ല എന്നതാണ് സൂചനകൾ. കേവല ഭൂരിപക്ഷത്തിനടുത്ത് സീറ്റുകളുമായി കോൺഗ്രസ് ഹരിയാനയിൽ അധികാരം പിടിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് പുതിയ അഭിപ്രായ സർവേ. പീപ്പിൾസ് പൾസ് ആണ് സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 90 അംഗ നിയമസഭയിൽ 43 മുതൽ 48 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നതാണ് സർവേ പ്രവചിക്കുന്നത്. ബി.ജെ.പിക്ക് 34 മുതൽ 39 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. മറ്റുള്ളവർക്ക് 3 മുതൽ 8 വരെ സീറ്റുകളും ലഭിക്കുമെന്നും പറയുന്നു. ആം ആദ്മി പാർട്ടിക്കും ബി.എസ്.പിക്കും പ്രാദേശിക പാർട്ടികളായ നാഷണൽ ലോക്ദളിനും ജൻനായക് ജനതാ പാർട്ടിക്കുമെല്ലാം സീറ്റുകൾ ലഭിക്കുമെന്നും അഭിപ്രായ സർവേയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വോട്ട് വിഹിതത്തിൽ കോൺഗ്രസ് വൻ കുതിപ്പുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2019 28% വോട്ട് വിഹിതം ഇത്തവണ 44% കുതിച്ചു കയറുമെന്നതാണ് പ്രവചനം. കഴിഞ്ഞ തവണത്തെ ബി.ജെ.പി വോട്ട് വിഹിതത്തിൽ ചെറിയ മാറ്റമേ ഇത്തവണ ഉണ്ടാകുള്ളൂ. 2019 36% ആയിരുന്നത് ഇത്തവണ 41% എത്തുമെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയെയാണ് ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. 40% പേരാണ് അദ്ദേഹത്തെ പിന്തുണക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയും ബി.ജെ.പി നേതാവുമായ നായബ് സിംഗ് സൈനിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൈനിയെ പിന്തുണക്കുന്നവർ 30%. മുതിർന്ന ബി.ജെ.പി നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറിനെ 9% പേരും കോൺഗ്രസിന്റെ വനിതാ നേതാവായ കുമാരി ശൈലജയെ 7% പേരും പിന്തുണക്കുന്നു. പരമ്പരാഗത വോട്ട് ബാങ്ക് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജാട്ട്, ദളിത് സമുദായങ്ങളെല്ലാം വീണ്ടും കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കും. ഭൂരിപക്ഷം കർഷകരും പിന്തുണക്കുന്നത് കോൺഗ്രസിനെയാണ്. ഗ്രാമീണ മേഖലയിൽ 65% വരുന്ന കർഷകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നതാണ് സർവേ പറയുന്നത്. OBC വിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയ ബി.ജെ.പി തന്ത്രം ഇത്തവണ ഫലിക്കില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നേരത്തെ ബി.ജെ.പിയെ പിന്തുണച്ച OBC വോട്ടർമാരിൽ വലിയൊരു ശതമാനവും കോൺഗ്രസിന് വോട്ട് ചെയ്യും. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നായബ് സിംഗ് സൈനിക്ക് ആയില്ലെന്ന വികാരം അവർക്കിടയിലുണ്ട്. കർഷക പ്രശ്നങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയം. ഇതോടൊപ്പം തൊഴിലില്ലായ്മയും അഗ്നിവീർ പദ്ധതിയും ചർച്ചകൾ ഇടം പിടിക്കും. സിറ്റിംഗ് MLA-മാരുടെ മോശം പ്രകടനങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുമുണ്ട്. 2019 ബി.ജെ.പിക്ക് 40 സീറ്റുകളാണ് ലഭിച്ചത്. ജൻനായക് ജനതാ പാർട്ടിയുടെയും 7 സ്വതന്ത്ര MLA-മാരുടെയും പിന്തുണയിലാണ് ബി.ജെ.പി അധികാരത്തിലേറിയത്. കോൺഗ്രസിന് 31ഉം ജെ.ജെ.പിക്ക് 10 സീറ്റാണ് ലഭിച്ചത്. പ്രതീക്ഷിക്കപ്പെടുന്ന മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്ന തരത്തിലേക്കും എത്തിയേക്കാമെന്നും സൂചനകളുണ്ട്. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ആം ആദ്മി പാർട്ടിയും സ്വതന്ത്രരുമെല്ലാം കോൺഗ്രസിനെ പിന്തുണച്ചാൽ ഹരിയാനയുടെ ഭരണം പിടിക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഈ വർഷം അവസാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനമാണ് ഹരിയാനയിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത്. ബി.ജെ.പിക്ക് തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 5 സീറ്റുകൾ പിടിച്ചെടുത്തു. ഇതേ ട്രെൻഡ് തന്നെ കുറച്ചുകൂടി ശക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുമെന്നതാണ് അഭിപ്രായ സർവേകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.